ഇന്ന് നമുക്ക് ആറ്റുകാലി പോകുന്നവരുടെ വിശേഷം കേൾക്കാം. രാവിലെ രാവിലെ കുളിച്ചു ഭക്ഷണം കഴിച്ചെങ്കിലേ നോയമ്പ് നോക്കി പിന്നെ ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ച് രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കും. അങ്ങനെ നോയമ്പെടുത്തു. എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ച് പറക്കി അവിടെ. എത്ര പേരുണ്ട്? ഞങ്ങൾ 6 പേരുണ്ട് പോകാന്. 6 പേരും കൂടെ പോയി ബസ്സിനാ പോകുന്നത്. അവിടുന്ന് വൈകിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ കയറി തൊഴുത് തിരിച്ചു വന്ന്. തിരക്കുണ്ടോ? തിരക്കുണ്ട്. തിരക്കിന് 2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ ക്യൂ ഉണ്ട്. അത് തൊഴുതിറങ്ങി വെച്ച് അവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്നു വരണം. പൊങ്കാല ഇടുന്ന അടുപ്പ് ഇത് വെച്ചെടുത്ത് അടുപ്പ് വാങ്ങിക്കണം. കലം എല്ലാം അവിടെ ചെന്നാ വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് നമ്മള് വിറകും മറ്റുള്ള അവിടുന്ന് രാവിലെ പൊങ്കാല ഇട്ട് 1:30 ആകുമ്പോഴത്തേന് വെള്ളം എല്ലാം പോറ്റി വന്ന് തിരിച്ച് കളിച്ച് കഴിഞ്ഞ് പോരും. ഇവിടുന്ന് നമ്മള് പൂജയ്ക്കുള്ള സാധനങ്ങളും പൊങ്കാല ഇടാനുള്ള സാധനങ്ങളും എല്ലാം ആയിട്ടാ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കല്ലും പ്ലേറ്റും മാത്രമേ മേടിക്കത്തുള്ളൂ. പൂവൊക്കെയോ? പൂവ് ഇതെല്ലാം ഉണ്ട്. പൂവ, ഇല, വെറ്റ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മള് വീട്ടിലെ ഒരു പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും. കഴിഞ്ഞ സിനിമാ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്തു. ഇവക്കത്തെ അറിയത്തില്ല, ചെല്ലുമ്പോ അറിയാം. റിസർവ് ബാങ്കിന്റെ വാതിക്കല. ഇവക്കും ചെല്ലുമ്പോ അറിയാം എങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും. അവരൊക്കെ താമസിക്കാൻ സൗകര്യം തരും. താമസിക്കാൻ സൗകര്യമുണ്ട്. നമുക്ക് എല്ലാ സൗകര്യവും ബാങ്കുകാർ തരുന്നുണ്ട്. ഇന്നത്തെ അറിയത്തില്ല. ഇന്ന് ഇവക്ക് ചെല്ലുമ്പോ തിരക്ക് എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. ഇപ്പം പോകാൻ ഇറങ്ങുന്നതായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് എന്താന്ന് അന്നേരം വിളിക്കും പറയാം. 2 സുന്ദരി പെണ്ണുങ്ങളുണ്ട്. നമുക്ക് കാണാവേ. ഒരു മോള അമ്മ. പെണ്ണേ എന്നോട് കോഴിയേ വല്ലതും തിന്നോ? പാല് കുടിച്ചോ എന്റെ പൊന്നെ? ഇതിപ്പോ അത് മറന്നു പോയനേലോ. ഇവിടുന്ന് കയറി പരിപാലിക്കുന്ന റാന്നി പറഞ്ഞു. റാന്നിന്ന് 11:15 തമ്പാനൂർ തിരുവനന്തപുരം പാസ്സുണ്ട്. അതിന് കയറി തമ്പാനൂർ പിന്നെ ആറ്റിക്കലോട്ട് ഓട്ടോ നടന്നോ എങ്ങനെയില്ല അങ്ങനെ. പൊങ്കാല ഇട്ട് കഴിഞ്ഞ് തിരിച്ച് എങ്ങനെ വരും? ബസ്സിന് കയറി അവിടെ ഇങ്ങോട്ട് ഇറങ്ങും. ഓട്ടോയൊക്കെ വിടുവോ? ഓട്ടോ ഇല്ല, ചിലപ്പം ബസ്സുണ്ട്. ബസ്സിന് കയറി ഇവിടെ പത്തനംതിട്ട ഇല്ലേ കൊട്ടാരക്കരയോ അടൂരോ ഇറങ്ങി വണ്ടി മാറി മാറി കയറി വരും. കിട്ടുന്നതിന് സൗകര്യാർത്ഥം വന്നു. രാത്രി 8 മണിയാകുമ്പോൾ പറ്റും. ഫോൺ എന്നറിയാൻ എനിക്ക് മേടിച്ചായിരുന്നു. പിള്ളേരുടെ ഇനി എവിടെ പോവാ? ഞാന് കൊക്കാത്തോടെ കൊക്കാത്തോട്ടി അമ്പലത്തിൽ നിന്ന് പൊങ്കാലയാണ്. നാളെയോ? നാളെ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നാണ് ദേവീ ക്ഷേത്രത്തിൽ. അവിടെ ഭയങ്കര തിരക്കാണോ? അവിടെ ഭയങ്കര തിരക്കാണ്. കാടിന്റെ ഉള്ളിലല്ലേ? കാടിന്റെ ഉള്ളില്. അത് ഒരു വിഗ്രഹമല്ല, ഒരു പ്രതിമ പോലെ ഉള്ളൊരിത് ആണ്. അവിടെ തന്നെ അതിന്റെ അപ്പുറം അല്ലേ അച്ചൻകോവിൽ? ഈയിടെ അതിന്റെ ഒരു കിടക്കുന്ന അച്ചൻകോവ് വേറെ, കൊക്കാത്തോട് വേറെ, 2 റൂട്ടാ. അതുകൊണ്ട് പിന്നെ നാളെ അവിടെ പൊങ്കാല. അവിടുത്തെ അമ്പലത്തിൽ അത് അവിടെ മറ്റേ ഇലയിലല്ലേ തരുന്നതേ? എന്ത് ചണ്ണയില ഇരിക്കുന്ന? ചണ്ണയിലേക്കാണ്. ചണ്ണയിലയുടെ വിവരണം ഞാൻ കണ്ടായിരുന്നു. അറ്റത്തോട്ട് പിന്നെ അച്ചൻകോവില് ചണ്ണയുടെ ഇലക്കകത്ത് നമ്മൾ എന്ത് പ്രസാദമാണേലും എല്ലാം തരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വട്ടയിലക്കകത്തും വാഴയിലക്കകത്തും ഇവിടെയും തരുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പൊങ്കാലയ്ക്ക് പോകുന്നവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം നാളത്തെ പൊങ്കാലയ്ക്ക് അവർ ഇന്നേ പോവുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഇന്ന് പോകുന്നത്. 2-3 ബസ് കയറിയൊക്കെ വേണം പോകാൻ. നാളെ അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വണ്ടികളൊന്നും കിട്ടത്തുമില്ല. ഒരുപാട് ദൂരം നടന്ന് വേണം വന്ന് വണ്ടി കയറി അവർ വേണം. നാളെ രാത്രിയൊക്കെ ആകും അവർ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തന്നെയാണ് നമ്മൾ കൊക്കാത്തോട് അമ്പലത്തിലെ പൊങ്കാലയും. അത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.